നിങ്ങളിത് പറഞ്ഞ് വലുതാക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ സംഭവിച്ചത് എന്താന്ന്. എന്റെ ശരീരം തളർന്നു പോയിട്ടുണ്ട്, പക്ഷെ മനസ്സ് തളർന്നിട്ടില്ല. കണ്ണിന് കാഴ്ച പോയിട്ടില്ല, കാതിന് കേൾവിക്കുറവുമില്ല. ചെയ്തതും പറഞ്ഞതെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നിട്ടും നീ നിന്നെ ന്യായീകരിക്കാനോടി? ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്നെ കൊല്ലമായിരുന്നില്ലേ? കൊല്ലാൻ നോക്കിയാലും ചാവില്ലല്ലോ നിങ്ങള്. ദേ, ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാലേ എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാ നാവുകളും പൊന്തും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കൽപ്പന എല്ലാവർക്കും മുന്നിലെ കുറ്റവാളിയാണ്. ഒരു ജന്മം മുഴുവൻ ഇതിനകത്ത് കിടക്കുന്ന എന്നെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ, അമ്മ, അനുജൻ, മുത്തശ്ശി, അങ്ങനെ ആരെങ്കിലും? ഇനി ചെയ്തു പോയതിന്റെ ന്യായീകരണമാണെങ്കിൽ അത് കേട്ടോ. ഞാനേ ഒരു പെണ്ണ, യൗവനം മാറിയിട്ടില്ലാത്തൊരു പെണ്ണ്. എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യങ്ങളുണ്ട്. അതൊന്നും സാധിച്ചു തരാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. പറ്റുമോ? എനിക്ക് കിട്ടാവുന്നത് ഞാൻ എത്തിപ്പിടിക്കും. അതിൽ ദേഷ്യമോ പകയോ തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് മാത്രം മനസ്സിലാക്കിക്കോ. അതെന്ത് പറ്റി പ്രിയമോളെ? അതിനിടയിൽ പാചകവും വിളമ്പലും എല്ലാം ഏറ്റെടുത്തിട്ട് പെട്ടെന്ന് മതിയാക്കിയോ? അതുകൊണ്ടല്ല മുത്തശ്ശി, ഇന്നെനിക്ക് നല്ല സുഖമില്ലായിരുന്നു. മതി. പിന്നെ ചേച്ചിക്ക് വല്ലാത്ത നിർബന്ധവും എല്ലാവർക്കും വിളമ്പി കൊടുക്കണമെന്ന്. നല്ല കാര്യം. രാധിക മോളാവുമ്പോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളൂ. ഏട്ടനെ കഴിക്കാൻ വിളിച്ചില്ലേ? സൂര്യ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അതാ ഞാനിങ്ങോട്ട് പോന്നേ. അതെന്താ വേണ്ടാത്ത? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇതെങ്ങോട്ടായി പോകുന്നേ? സൂര്യ ഇവിടെ മുറിയിലില്ലേ? കുറച്ചു മുൻപ് അവൻ വരുണിനോട് പറഞ്ഞു ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാൻ. പാവം ഇവിടെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കണ്ട് മരവിച്ചിട്ടുണ്ടാവും. നല്ലതാണെന്ന് എനിക്കും തോന്നി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അമ്മ തനിച്ചു പോയാല് ഏട്ടനെ താഴെ ഇറക്കാൻ പറ്റുമോ? ഞാനത് ഓർത്തില്ല. ഞാൻ കൂടി പോയിട്ട് വരാം. വരുൺ, വരുൺ അവിടെ ഇരിക്കേ. സൂര്യ ഇപ്പൊ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരുടെയും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് കാണുന്നതാണല്ലോ. എന്തായാലും അമ്മയൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. എവിടെയായിരുന്നു നീ? വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. മതി.
ഇതെന്താടാ നീ കള്ളന്മാരെ പോലെ തലയും കുനിച്ചിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല. എന്തു പറ്റിയടാ? ഏയ് എന്താ നീ കരയുന്നേ? അതൊന്നുമില്ല അമ്മേ. നീ കാര്യം എന്താന്ന് പറ മോനെ. ചെറിയൊരു നടുവേദന. അത് വന്നാൽ അമ്മയ്ക്കറിയാലോ, കുറച്ചു നേരം ഒരു അസ്വസ്ഥതയായിരിക്കും. പക്ഷേ നീ ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നോക്ക് മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? അമ്മ ചുമ്മായിരുന്നേ, എന്നെ ആര് വേദനിപ്പിക്കാന്? അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് വേദനയാ? എല്ലാരും കഴിച്ചോ? ഇല്ല, നിന്നെ കാത്തിരിക്കുക. എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നില്ലമ്മേ. നിങ്ങളെല്ലാരും കഴിക്കും. എന്നാ അമ്മ ചോറ് ഇങ്ങോട്ടെടുത്തോണ്ട് വരട്ടെ? വേണ്ടാത്തോണ്ടല്ലേ അമ്മേ? കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം, അപ്പൊ തന്നാ മതി. നിന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. സത്യമായിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാരും എനിക്ക് ചുറ്റുമില്ലേ? എല്ലാരും എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്റെ ഈ അവസ്ഥയിൽ എല്ലാരും എന്നോട് സഹതപിക്കുന്നില്ലേ? പിന്നെ എന്തോർത്താ ഞാൻ വിഷമിക്കേണ്ടത്? മോനെ, ഭാഗ്യം ഒട്ടുമില്ലെന്നൊന്നും ഞാൻ പറയില്ലമ്മേ. ഇതുപോലൊരു കുടുംബം, അച്ഛൻ, അമ്മ, അനുജൻ, അതൊക്കെ വലിയ ഭാഗ്യമല്ലേ? പിന്നെന്ത്, എല്ലാം തികഞ്ഞപ്പോ ദൈവത്തിന് തോന്നിക്കാണും ഇവൻ അഹങ്കരിച്ചാലൊന്ന് ഒരു വീഴ്ച വേണ്ടേ? പക്ഷെ അത് വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. അത്രേ ഉള്ളൂ. മോനെ, ഞാൻ വെറുതെ പോരെന്ന് പറഞ്ഞ് അമ്മ കരയെന്നെ കണ്ട. പത്മേ, അമ്മ ചെല്ല്, ചെല്ല്, മോനെ. ചെല്ലമ്മേ, ചെല്ല്, അങ്ങോട്ട് ചെല്ല്. കുറച്ച് കഴിഞ്ഞ് അമ്മ ചോറെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്ക് വാരി തന്നാ മതി. നിങ്ങളൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അമ്മ ചെല്ല്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് കയറി വരും. ചെല്ല്, ചെല്ല്, ചെല്ല്. ഞാനേ ഒരു പെണ്ണ, യൗവനം മാറിയിട്ടില്ലാത്തൊരു പെണ്ണ. എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യങ്ങളുണ്ട്. അതൊന്നും സാധിച്ചു തരാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. പറ്റുമോ? എന്താ അമ്മേ? നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. ഏട്ടൻ ചിലപ്പോൾ താഴെ ഇറങ്ങാൻ മടിച്ചിട്ടായിരിക്കും. അതൊന്നുമല്ല, അവന് നടുവിന് ചെറിയ വേദനയുണ്ട്. എപ്പോഴും വരാറില്ലേ, അത് തന്നെ. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എന്നാ പെട്ടെന്ന് കഴിച്ചിട്ട് നീ ഭക്ഷണം എടുത്ത് മോന് കൊടുക്കാൻ നോക്ക്.
ഈ മൊബൈലിലൊക്കെ ചില ആളുകള് പരസ്യവും മറ്റും കൊടുക്കാറില്ലേ, ഒരിക്കലും മാറാത്ത അസുഖം സുഖപ്പെടുത്തിയെന്ന്. ഞാനും കുറെ കാണുന്നുണ്ട്. അതൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് മുത്തശ്ശി. അവരുടെ അടുത്ത് പോയാ അവർ ചികിത്സിക്കും. പക്ഷേ അവരുടെ പരീക്ഷണത്തിന് നമ്മളെ തന്നെ നിർത്തി കൊടുക്കേണ്ടി വരും. ഓ, ആ, എല്ലാരും അങ്ങനെ പറയണ്ട. അച്ഛന്റെ പരിചയത്തില് ചില വൈദ്യന്മാരൊക്കെ ഉണ്ട്. അവര് പാരമ്പര്യമായിട്ട് ഇത്തരം ചികിത്സകളൊക്കെ നടത്തുന്നവരാ. അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കിയിട്ട്. ആ ആ, ഓ, ഇനിയിപ്പൊ നിന്റെ ഉപദേശത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഏട്ടത്തി. അതിനിപ്പോ എന്താ? ആ, തർക്കിക്കാതിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും. എനിക്ക് കിട്ടാവുന്നത് ഞാൻ എത്തിപ്പിടിക്കും. അതിൽ ദേഷ്യമോ പകയോ തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാ, അതുകൊണ്ട് മാത്രം. മോനെ, അയ്യോ, മോനെ, സൂര്യ, സൂര്യ, സൂക്ഷിച്ചു. എന്താ ഏട്ടത്? എന്താ ഈ കാണിച്ച്? എന്നെ ഒന്ന് വിളിച്ച പോരായിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? രാധിക മോളെ കണ്ടത് ഭാഗ്യം, അല്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു. താഴേക്ക് വരുന്നില്ല എന്ന് നീ പറഞ്ഞതല്ലേ, പിന്നെ എന്താ നീ കാണിച്ചത്? സോറി അമ്മേ, ഞാനതുവരെ പോയപ്പോ ശ്രദ്ധ വിട്ടുപോയി. അതെ, ഇനി സൂര്യ മുകളിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി അഥവാ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വരുണിന്റെ ബിജുവിന്റെ ഒപ്പം പോയാ മതി. ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ, പ്രാണം പോയി. ഏയ്, പ്രാണനെടുക്കണമെന്ന് പറഞ്ഞാലും അതൊന്നും പറ്റില്ലമ്മേ. ചാകാനൊന്നും എനിക്ക് വിധിയില്ല. മതി. ഏട്ടൻ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാനൊന്ന് കൈ കഴുകിട്ട് വരട്ടെ. രാധികേ, ഏട്ടൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. മോനെ, വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോടാ? സൂക്ഷിക്കണേ മോനെ.
ശരി. ജീവൻ രക്ഷിച്ച് അവളോട് നന്ദി പറയേണ്ടതാ. പക്ഷെ രക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാ എന്റെ ജീവൻ. ഏട്ടാ, ശരീരത്തിന് വേദനയുണ്ടോ? ഇല്ല. ഏട്ടനെന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? ആലോചിക്കാൻ എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല. ഞാനെപ്പോഴും ഇങ്ങനെ ഇരിക്കല്ലേ. ഞാനൊരു കാര്യം ചോദിച്ച ഏട്ടൻ സത്യം പറയൂ. എന്താ? ഇന്ന് അറിയാതെ വീണതാണോ അതോ ഏട്ടൻ കരുതിക്കുട്ടി ചെയ്താണോ? കരുതിക്കുട്ടിയോ? അതെന്തിനെ? ആ വീഴ്ച കഴിഞ്ഞ നിമിഷം മുതല് ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കായിരുന്നു. ശരീരത്തിന്റെ വേദന നോക്കുന്നില്ല, ആരോടൊന്നും സംസാരിക്കുന്നുമില്ല. എന്തു പറ്റിയേട്ടാ? അതൊന്നും മോളറിയണ്ട. ഞാൻ അറിയാതിരിക്കുന്നതുകൊണ്ട് ഏട്ടന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? മനസ്സിലെ വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനൊക്കെ അങ്ങനെയാ. ഞാനും അങ്ങനെയായിരുന്നു. സന്തോഷമായാലും സങ്കടമായാലും ചെറുതായാലും വലുതായാലും എല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഇരിപ്പിരുന്നിട്ട് എന്താ പ്രയോജനം? എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഇരുന്നങ്ങ് നിശ്ചലമാവും. അപ്പോൾ എടുത്ത് ആചാരപ്രകാരം അങ്ങ് കത്തിക്കും. ഏട്ടാ, അതിപ്പോ ഇപ്പൊ ആയാലെന്ത്, കുറച്ചുനാൾ കഴിഞ്ഞായാലെന്ത്? ഈ ഒന്നിനും കൊള്ളാത്തവന്റെ ലൈഫുണ്ടല്ലോ, അത് പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഒന്നും കാര്യമാക്കണ്ട, മുന്നോട്ട് പോന്ന് ചുറ്റുള്ളവർക്ക് പറയാം. പക്ഷെ ശരീരവും മനസ്സും തളർന്നിരിക്കുമ്പോൾ കൂടുതലൊന്നും വേണ്ട, സ്വയം ഇല്ലാതാക്കണമെന്ന് തോന്നാൻ. അവഗണനയാണ് മോളെ. കാണാത്ത ചില കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ നെറ്റ് പൊട്ടിപ്പോവും. സത്യത്തിൽ എല്ലാവരും രാത്രി കിടക്കുമ്പോൾ നാളെ എന്നെ എഴുന്നേൽപ്പിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. ഏട്ടൻ തിരിച്ച് എഴുന്നേൽപ്പിക്കല്ലേ ദൈവമേ എന്ന് പറയും. മടുത്തു, വല്ലാണ്ട് മടുത്തു. പ്ലീസ് ഏട്ടാ, അങ്ങനൊന്നും പറയല്ലേ. പറയാതെ നോക്കും, പക്ഷെ പറ്റണ്ടേ? ഇതൊന്നും ആരോടും പറയണ്ട കേട്ടോ. ഞാനെന്ന് ഈ കുടുംബത്തിന്റെ കണ്ണീരിന്റെ കാരണം. കൂടുതലൊന്നും കരയിക്കുന്നില്ല ആരെയും.
മോള് വാ. മുത്തശ്ശി, പണവും പ്രതാപവും ഒക്കെ ചില സ്ഥലങ്ങളിൽ തോറ്റുപോകും മോളെ. അങ്ങനെ കണിമംഗലത്തുകാര് തോറ്റുപോയ സ്ഥലമാണവൻ. എത്രയോ നേർച്ചകള്, എത്രയോ സ്ഥലത്തെ ചികിത്സകള്, ആർക്കും അവനെ തിരിച്ചു തരാൻ പറ്റിയില്ല. ഞങ്ങളാരും കരയാതിരിക്കാൻ വേണ്ടി ആ വീൽ ചെയറിലിരുന്ന് അവൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. എനിക്കറിയാം, അത് ഉള്ളു കരയുമ്പോ പുറത്ത് കാണിക്കാതിരിക്കാൻ കരുതി കൂട്ടി ചെയ്യുന്നതാണെന്ന്.